ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജയിൽ മോചനം. മദ്യനയ അഴിമതി കേസിൽ സുപ്രീംകോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചതോടെയാണ് ജയിൽ മോചനം സാധ്യമായത്. ഏകാധിപത്യത്തിനെതിരെ പോരാട്ടം തുടരുമെന്ന് കെജ്രിവാൾ പറഞ്ഞു. ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം വൈകിട്ട് 6:45 അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. നൂറുകണക്കിന് ആം ആദ്മി പ്രവർത്തകരുടെ ആരവങ്ങൾക്കിടെ സ്വവസതിയിലേക്ക്. പോരാട്ടം തുടരുമെന്ന് केजरीवाल प्रख्यापिച്ചു. आज देश तानाशाही के दौर से गुजर रहा है. मैं तन मन धन से उसके खिलाफ संघर्ष कर रहा हूं, पर 140 करोड़ लोगों को मिलकर इस तानाशाही को हराना होगा. मैं लोगों से अपील करता हूं कि हमें सबको मिलकर देश को बचाना है. ജൂൺ 2 വരെയാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. സെക്രട്ടേറിയറ്റിലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ പോകരുതെന്ന് വ്യവസ്ഥയുണ്ട്. കേസിലെ സാക്ഷികളുമായി ഇടപെടരുത്, ഫയലുകളിൽ ഒപ്പുവെക്കരുത്. അനിവാര്യ സാഹചര്യത്തിൽ ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതിയോടെ ഇടപെടാമെന്നും ഉത്തരവ് വ്യക്തമാക്കുന്നു. തങ്ങളുടെ മുഖ്യ താരപ്രചാരകൻ പുറത്തിറങ്ങിയതിന്റെ ആഹ്ലാദത്തിലാണ് आम आदमी प्रवर्तक. क्योंकि आज उनके एक ऐसे नेता अरविंद केजरीवाल जो दिल्ली के लोगों के दिल में बसते हैं, देश के लोग दिल में बसते हैं, आज वो उनके बीच में वापस आए हैं और सर्वोच्च न्यायालय ने एक अहम फैसला सुनाया है. ഡൽഹി, ഹരിയാന, പഞ്ചാബ് സംസ്ഥാനങ്ങളിൽ കെജ്രിവാളിന്റെ സാന്നിധ്യം നേട്ടമാകുമെന്ന് ആം ആദ്മി പാർട്ടിയും ഇന്ത്യ മുന്നണിയും കരുതുന്നു. ആം ആദ്മി പാർട്ടിക്ക് ഇത് ആഘോഷരാവാണ്. ആം ആദ്മി പാർട്ടിക്ക് മാത്രമല്ല, ഇന്ത്യ മുന്നണിക്കും. വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കുന്നതാണ് കെജ്രിവാളിന്റെ മോചനം. ഹരിമുണ്ടൂരിനൊപ്പം ഡൽഹിയിൽ നിന്ന് മുഹമ്മദ് നൌഫൽ, മീഡിയ 1.